മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കോട്ടയം പുതുപ്പള്ളിയിൽ വൻ കവർച്ച നടന്നിരിക്കുന്നു. റബ്ബർ ബോർഡ് ആസ്ഥാനത്തെ 4 ക്വാർട്ടേഴ്സിൽ നിന്നാണ് ഒരു 100 പവനോളം സ്വർണ്ണമാണ് കവർന്നത്. സ്വർണ്ണത്തിൻ്റെ വില അത്രത്തോളം കൂടി വരികയാണ്. ഇന്നുപോലും നമ്മൾ സ്വർണ്ണത്തിൻ്റെ വിലയെ സംബന്ധിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ 10,000-ലധികം രൂപയാണ് സ്വർണ്ണത്തിന് കൂടിയത്. റെക്കോർഡ് വിലയിലേക്ക് എത്തിക്കഴിഞ്ഞു. ആ ഒരു സാഹചര്യത്തിൽ കോട്ടയത്തു നിന്നാണ് ഇത്തരത്തിൽ പുതുപ്പള്ളിയിൽ ഒരു വൻ കവർച്ച. 100 പവനോളം സ്വർണം കവർന്നിരിക്കുന്നു. പുതുപ്പള്ളിയിൽ റബ്ബർ ബോർഡ് ആസ്ഥാനത്തെ 4 ക്വാർട്ടേഴ്സുകളിൽ നിന്നാണ് ഈ 100 പവൻ സ്വർണം കവർന്നത് അല്ലെങ്കിൽ കവർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത്. 2 ക്വാർട്ടേഴ്സുകളിൽ നിന്നാണ് സ്വർണം നഷ്ടമായിരിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. റബ്ബർ ബോർഡിലെ ഉദ്യോഗസ്ഥർ മാത്രം താമസിക്കുന്ന സ്ഥലമാണത്. അവിടെ നിന്നാണ് 3 ക്വാർട്ടേഴ്സുകൾ കുത്തി തുറന്ന നിലയിലായിരുന്നു. അത്രത്തോളം വലിയ രീതിയിലൊരു മോഷണം തന്നെയാണ് നടന്നത്. 4-മത്തേത് തുറക്കാനൊക്കെ ശ്രമമൊക്കെ നടന്നിട്ടുണ്ട്. ഒരു ക്വാർട്ടേഴ്സിൽ നിന്ന് 70 പവനും 2-മത്തെ ക്വാർട്ടേഴ്സിൽ നിന്ന് 40 പവനും മോഷണം പോയതാണ് സൂചന. CCTV കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTVകളുണ്ട് ആ പ്രദേശത്ത്. അപ്പോൾ അത്തരത്തിൽ CCTVകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. 2 ക്വാർട്ടേഴ്സുകളിൽ നിന്നും 100 പവനോളം സ്വർണം കവർന്നിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. ഈ കവർച്ചയ്ക്ക് പിന്നിൽ ഉത്തരേന്ത്യൻ സംഘമാണെന്നുള്ള നിഗമനങ്ങൾ വരുന്നുണ്ട്. അത്തരത്തിലൊരു നിഗമനം കോട്ടയം ജില്ലാ പോലീസ് സൂപ്രണ്ട് ഷാഹുൽ ഹമീദാണ് ആ ഒരു നിഗമനത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. CCTV കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ഉത്തരേന്ത്യൻ സംഘമാണെന്ന് പറയുന്നു. ആ നിഗമനത്തിലേക്കാണ് നിലവിൽ അന്വേഷണ സംഘം പോലീസ് അധികൃതർ എത്തിയിരിക്കുന്നത്. ഒരു ക്വാർട്ടേഴ്സിൽ നിന്ന് 70 പവനാണ് പോയത്. 2-മത്തെ ക്വാർട്ടേഴ്സിൽ നിന്ന് 40 പവനാണ് പോയത്. വീണ്ടും ക്വാർട്ടേഴ്സുകൾ കുത്തി തുറക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. കുത്തി തുറന്ന നിലയിലായിരുന്നു 3 ക്വാർട്ടേഴ്സുകൾ. റബ്ബർ ബോർഡിലെ ഉദ്യോഗസ്ഥർ മാത്രം താമസിക്കുന്ന ക്വാർട്ടേഴ്സുകളിൽ നിന്നാണ് 100 പവൻ സ്വർണം പുതുപ്പള്ളിയിൽ നഷ്ടമായിരിക്കുന്നത്.